കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് ചെറുവത്തൂർ ഡിവിഷൻ നിലനിർത്താൻ യുവ ഡോക്ടറെയാണ് LDF ഇത്തവണ നിയോഗിച്ചിരിക്കുന്നത്. ജനഹൃദയങ്ങൾ കീഴടക്കിയ പ്രചാരണ രംഗത്ത് മുന്നേറുകയാണ് LDF സ്ഥാനാർത്ഥി സെറീന സലാം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾ സജീവമായ പ്രചാരണത്തിലാണ്. കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിനെ സംബന്ധിച്ച് യുവാക്കൾക്കുൾപ്പെടെ വലിയ പ്രാതിനിധ്യം ലഭിക്കുന്ന രീതിയിലാണ് LDFന്റെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് ചെറുവത്തൂർ ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന സെറീന സലാം. പ്രചാരണം വളരെ സജീവമായി തുടങ്ങിയിട്ടുണ്ട്. എങ്ങനെയാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്? പ്രചരണം തുടങ്ങി പാർട്ടി പ്രഖ്യാപിച്ചതിന് ശേഷം പ്രചരണം എല്ലാ കേന്ദ്രങ്ങളിലായി ഇന്നലെയും ഇന്നുമായിട്ട് പ്രചരണം തുടങ്ങിയിട്ടുണ്ട്. നല്ല സപ്പോർട്ടാണ്. ഓരോ സ്ഥലത്ത് എത്തുമ്പോൾ വലിയ സ്നേഹത്തോടെയാണ് ആൾക്കാർ നമ്മളെ സ്വീകരിക്കുന്നത്. പ്രത്യേകിച്ച് പുതിയൊരു തലമുറ എന്ന് പറയുമ്പോൾ തന്നെ ആ രീതിയിൽ പുതിയ തലമുറയിൽപ്പെട്ട ആൾക്കാരാണെങ്കിലും നല്ല സപ്പോർട്ടിലാണ് നമ്മൾ സ്വീകരിക്കുന്നത്. അപ്പോൾ നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഇപ്പോൾ ഇടതുപക്ഷ ഗവൺമെൻറ് ആണെങ്കിലും മുന്നോട്ട് വെച്ച ആശയത്തെ എല്ലാ സ്ഥലങ്ങളിലും എത്തിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഉറപ്പ് തന്നെയാണ് നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ആണെങ്കിലും തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ കൂടെയാണ് തൊഴിലാളികളുടെ കൂടെയാണ് നമ്മൾ എപ്പോഴും നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എല്ലായിടങ്ങളിലും ഇടതുപക്ഷത്തെ ചേർത്ത് നിർത്തുന്നുണ്ട്. ഇടതുപക്ഷത്തിൻ്റെ സാരഥികളെ ഏറ്റവും നല്ല സ്വീകരണം കൊടുക്കുന്നുണ്ട് എന്ന് നമുക്ക് തൊട്ടറിയാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. സ്ഥാനാർത്ഥിനെ കുറിച്ച് പറയുമ്പോൾ ഒരു വലിയ പ്രത്യേകത എല്ലാവരും പറഞ്ഞൊരു സ്ഥാനാർത്ഥി ഡോക്ടറാണ്. ഡോക്ടറാണ്, ആയുർവേദ ഡോക്ടറാണ്. അത് ഒരുപക്ഷെ അങ്ങനെയുള്ള മേഖലകൾക്കകത്തുനിന്ന് കുട്ടികൾ പലയിടത്തും അങ്ങനെ മത്സരിക്കുന്നവരുണ്ട്. അഡ്വക്കേറ്റുമാർ മത്സരിക്കുന്നവരുണ്ട്. ഡോക്ടർ ആയുർവേദം പഠിച്ചതാണ്. ഇപ്പോൾ എൻ്റെ ആയുർവേദത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു രോഗിയുടെ ശാന്തിയാണ് നമ്മൾ വെക്കുന്നത്. അതുപോലെ തന്നെ മനുഷ്യൻ്റെ മനസ്സിലുള്ള ബുദ്ധിമുട്ടുകളെ മാറ്റുക എന്നുള്ളത് തന്നെയാണ് സാമൂഹ്യ പ്രവർത്തനത്തിലൂടെയും വെക്കുന്നത്. ഒരേ ആശയം തന്നെയാണ് എപ്പോഴും മുന്നോട്ട് വെക്കുന്നത്. അത് കുറച്ചുകൂടെ കരുത്ത് പകരുന്നുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ ഡോക്ടറാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഡോക്ടറോട് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞോ? എല്ലാം പറഞ്ഞു. നമ്മൾ സ്ഥാനാർത്ഥി എന്ന രീതിയിലേക്ക് നമ്മൾ രാവിലെ ഇന്ന് 8 മണി മുതൽ ഇറങ്ങിയത്. നല്ല സപ്പോർട്ട് എല്ലാ മേഖലയിലും പോകുമ്പോൾ നല്ല സപ്പോർട്ടും സ്വീകരണമാണ്. വമ്പിച്ച ഭൂരിപക്ഷത്തോട് വിജയിപ്പിക്കാൻ ആവശ്യമായ എല്ലാ ജനങ്ങളുടെ സപ്പോർട്ട് നമ്മുടെ സ്ഥാനാർത്ഥികൾക്കുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ആളുകളുടെ ആരോഗ്യ പ്രശ്നം തൊട്ടറിയുന്ന ഡോക്ടർ നാടിൻ്റെ പ്രശ്നങ്ങളും തൊട്ടറിയുന്നതാണ് വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും ഞങ്ങളോടൊന്നിച്ച് ഇല്ല, ഞങ്ങളുടെ സഹപ്രവർത്തക തന്നെയാണ് സെറീന സലാമും അതുപോലെ തന്നെ മറ്റുള്ള സ്ഥാനാർത്ഥികളും. അപ്പോൾ ഡോക്ടറെ, നമ്മൾ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും പ്രചാരണ രംഗത്ത് സജീവമായി മുമ്പോട്ട് വെക്കുന്നത്? നേരത്തെ 1-2 കാര്യങ്ങൾ സൂചിപ്പിച്ചു. സജീവമായിട്ട് മുന്നോട്ട് വെക്കുക എന്ന് പറഞ്ഞത് ഇപ്പോൾ നമുക്കറിയാം, കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിനെ സംബന്ധിച്ച് വലിയ മുന്നേറ്റങ്ങളിലൂടെയാണ് പോകുന്നത്. ആ മുന്നേറ്റ തുടർച്ച ഈ ചെറുവത്തൂർ പ്രദേശത്ത്, അത് പടന്ന പഞ്ചായത്ത് വരുന്നുണ്ട്, ചെറുവത്തൂർ പഞ്ചായത്ത്, വലിയ പറമ്പ്, കയ്യൂർ ചീമേനിയുടെ 3 വാർഡുകളും. അപ്പോൾ എല്ലാ പ്രദേശങ്ങളിലും നല്ല വികസനത്തിൻ്റെ മുന്നേറ്റങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ ഞാൻ പ്രത്യേകിച്ച് എടുത്തു വെക്കാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ യുവതലമുറയുണ്ട്. അപ്പോൾ ഏറ്റവും പ്രയാസപ്പെടുന്ന അല്ലെങ്കിൽ കുറേ ബുദ്ധിമുട്ടുകൾ തൊഴിൽ മേഖലയ്ക്കകത്താണെങ്കിലും യുവാക്കൾക്കും അല്ലെങ്കിൽ ആ പ്രായത്തിലുള്ള ആൾക്കാർക്കുണ്ട്. അവർക്ക് എന്തെങ്കിലും സപ്പോർട്ടാവുന്ന രീതിക്കകത്തേക്കുള്ള മുന്നേറ്റങ്ങൾ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് വരുന്ന സമയത്ത് തെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ചുകൊണ്ട് തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കും. നമ്മളെപ്പോഴും മുന്നോട്ട് പോക്കിനെയാണ് സ്വാഗതം ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു പിന്നോട്ട് പോക്ക് എന്തായാലും ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഇതിൽ നിന്നും വികസനവും ഇതിൽ നിന്നുള്ള മുന്നേറ്റവും മാത്രമേ ഈ ചെറുവത്തൂരിനകത്ത് അത്രയും വികസനങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. ഈ വലിയൊരു സ്വീകരണം കാണുമ്പോൾ എന്തായാലും വിജയം ഉറപ്പാണ്. എത്രത്തോളം വലിയൊരു വിജയമാണ് പ്രതീക്ഷിച്ചത്? നല്ല വിജയമുണ്ട്. കാരണം അതാ ഞാൻ ആദ്യം സൂചിപ്പിച്ചത്, പോകുന്ന ഇടങ്ങളിലൊക്കെ വലിയ സ്നേഹമാണ് കിട്ടുന്നത്. നിങ്ങൾ ഒപ്പം ഉണ്ട് എന്നുള്ളതിനപ്പുറത്തേക്ക് ഞങ്ങൾ എല്ലാവരും ഉണ്ട്, ഒന്നും പേടിക്കേണ്ട എന്നുള്ളൊരു രീതിയിലാണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് അത് വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ട്. വിജയം എന്തായാലും ഇവിടെ സംബന്ധിച്ചിടത്തോളം വിജയമുണ്ട്. പക്ഷേ അതിൽ കൂടുതൽ ഭയങ്കര ഒരു സ്നേഹം ജനങ്ങളുടെ കിട്ടുന്നുണ്ട് എന്ന് തന്നെയാണ് ധൈര്യം മുന്നോട്ട് പോകാൻ കഴിയുന്നത്. എന്തായാലും കാസർഗോഡ് ചെറുവത്തൂർ ഡിവിഷനിലെ ഡോക്ടർ സ്ഥാനാർത്ഥിക്ക് വലിയ സ്നേഹവും പിന്തുണയുമാണ് നാട്ടുകാരിൽ നിന്ന് ലഭിക്കുന്നത്. വലിയ വിജയം ചെറുവത്തൂർ ഡിവിഷനിൽ നിന്ന് LDFന് വേണ്ടി ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഡോക്ടർ സെറീന സലാം. ക്യാമറാമാൻ ഷൈജു പിലാത്രയോടൊപ്പം സിജു കണ്ണൻ.